ആയിട്ടുള്ളൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ആദ്യം നമുക്ക് നമ്മളെ മഗ് എടുക്കുക. മഗ്ഗിലോട്ട് 1 ടീസ്പൂണ് എണ്ണ, എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാ ഇതിലും കറിവേപ്പില ഉണ്ടാവും, കാരണം എന്ന് വെച്ചാൽ കറിവേപ്പില പ്രത്യേക മണവും ഒരു ടേസ്റ്റും അതിന് കൊടുക്കും. പിന്നെ കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് അതിൽക്കണ്ട് ഇടാം. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് തക്കാളി കുറച്ച് കൂടുതൽ എടുത്തോ കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഏകദേശം ഒരു 3 സ്പൂൺ ഉണ്ടാവും, അത് ഇതിൽക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. മഗ് അധികം ഫില്ല് ചെയ്യാണ്ട് നോക്കുക. പാലാകുമ്പോൾ എന്തായാലും മൈക്രോവേവിൽ പൊങ്ങി പോകും. അപ്പോൾ പൊതുവേ ഞങ്ങൾ സ്റ്റൗമ്മ് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പതപ്പ് ഇങ്ങനെ വരും. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാവണം, കാരണം നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ മൈക്രോവേവിൽ സെറ്റ് ചെയ്യാം. ഇത് ഇത്രയുള്ളൂ, എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് നിറക്കുക. എന്നിട്ട് മുട്ട എടുത്തേക്കും, മുട്ട അതിൽക്കിങ്ങാണ്ട് നൂലാണ്ട് ഒഴിച്ചിടുക. ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ഉന്നിന്ന് കുത്തി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ബലൂൺ പോലത്തെ സംഭവം കാരണം മൈക്രോവേവിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത് ഒരു 3 മിനിറ്റ് നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഇതേപോലെ ഉണ്ടാവും കാണാൻ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. മുട്ടൊക്കെ ഇതാ അടിയിലെത്തിക്കണ്. അത് മുന്നേ തന്നെ ഉണ്ണിയുടെ മുകളിൽ കുത്തിയ കാരണമാണ് ഇപ്പോൾ ഉണ്ണിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ മൈക്രോവേവിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പൊട്ടി 5 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ അതിനും കൂടുതലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നമ്മളെ മുട്ടക്കറി ഇങ്ങനെ ഇരിക്കാൻ കാണാം. മുട്ട നല്ലോണം വെന്തുണ്ട്, നല്ല മണവും പുറത്ത് വരുന്നുണ്ട്. ഏകദേശം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ, സ്റ്റൗമ്മലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റാണ്. എന്തായാലും എന്തുള്ളത് നോക്കട്ടെ. ചോറ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമുക്ക് കുബൂസ് കഴിക്കുന്നു, മുട്ടക്കറിയും കുബൂസും നല്ല ടേസ്റ്റായിരിക്കും. നമ്മളെ മുട്ടക്കറി റെഡിയാണ്, കുബൂസ് എത്തിയിട്ടുണ്ട്. ഇത് നൈസായിട്ട് കുബൂസ് ഇങ്ങനെ എടുത്തിട്ട് ഒരു കഷ്ണം എടുക്കുക. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നൈസായിട്ട് ഇത് മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ വെക്കുക. കുറച്ച് കറി സെറ്റാക്കി ഒഴിച്ചതിന് ശേഷം ഞാൻ മടക്കിയിട്ട് അങ്ങനെ തന്നെ വായ കണ്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ കാണാം ഉണ്ണൊക്കെ നല്ലോണം വെന്തുണ്ട്. അതാ മുട്ടയുടെ വെള്ള നൈസായിട്ട് കറിയിൽ മിക്സ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. കൂടി വന്നാൽ എനിക്ക് എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ്, പിന്നെ മൈക്രോവേവിൽ ഒരു 3 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ
സംഭവം റെഡി. മൊത്തം 5 മിനിറ്റിൽ സാധനം റെഡി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി.